അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് വരെ പരസ്യ പ്രതികരണം വേണ്ടെന്ന് നേതാക്കളോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് കേരളം, തമിഴ്നാട്, ബംഗാൾ PCCകൾ ആവശ്യപ്പെട്ടത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൂലങ്കഷമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. കോൺഗ്രസിനൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും എന്നതിനെക്കുറിച്ച് കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ അന്തിമ തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. പോയാലും പ്രശ്നമാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ, പോയില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ്. ഈ പ്രശ്നം എപ്പോൾ പരിഹരിക്കാൻ സാധിക്കും? എന്താണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്? ഇന്നലെ ഈ വിഷയം ഞങ്ങളും ഡിബേറ്റിന് എടുത്ത സമയത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് പരസ്യമായി ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കേരളത്തിൽ മുരളീധരൻ, അതുപോലെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശശി തരൂർ ഇവരെല്ലാം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പൊതുവിലുള്ള AICCയുടെ ഒരു തീരുമാനം, ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം എന്നുണ്ടാകും ജിഷ്ണു? പേർ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അത്ര തരത്തിൽ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്നുള്ളത് തന്നെയാണ് വസ്തുത. കാരണം അന്നംപേർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു ധാരണ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്. പക്ഷേ അയോധ്യ പോലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഒരു ഉത്സവം പോലെ കൊണ്ടാടാൻ ഒരുങ്ങുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ, തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം നിരസിക്കുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കും എന്നുള്ള വ്യക്തമായ ധാരണ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനുണ്ട്. നിലവിൽ കേരളത്തിലെ നേതാക്കളാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന കാര്യം മുൻപോട്ട് വെച്ചിട്ടുള്ളത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഘടകങ്ങൾ. ഒപ്പം ഈ മൂന്ന് ഘടകങ്ങളും അതത് സംസ്ഥാനങ്ങളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചടിയാകുമെന്ന ഭയവും ഒപ്പം മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭയവുമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ കേരള, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഘടകങ്ങൾ തയ്യാറാകുന്നത്. എന്നാൽ ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഉൾപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം നിരസിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിന്റെ ഈ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് നിലവിൽ തന്നെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വളരെ ചുരുക്കം സീറ്റുകളാണ് ഇപ്പോൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിന് ഉത്തർപ്രദേശിൽ അമേഠിയിൽ നിന്ന് തിരിഞ്ഞോടി വയനാട് വരെ എത്തേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ സ്ഥിതി വീണ്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദയനീയമാകും, വലിയ തിരിച്ചടി നേരിടുമെന്ന വ്യക്തമായ ധാരണ ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് പ്രതിനിധി സംഘത്തെ കോൺഗ്രസ് ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘത്തെയും അയക്കാനുള്ളൊരു സാധ്യത, അങ്ങനെ പോകണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത എന്നുള്ളതാണ് ദേശീയ തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം കേരളവും തമിഴ്നാടും ബംഗാളും ഉൾപ്പെടെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഘടകങ്ങൾ മാത്രമാണ് ഇതിനെ ശക്തമായി എതിർക്കുന്നത്. അതാണ് വലിയൊരു ആശയക്കുഴപ്പം കോൺഗ്രസിന് നിലനിൽക്കുന്നത്. കാരണം 2019 വിവിധ സംസ്ഥാനങ്ങളിലും തകർന്നടിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഒരു ആശയമായിട്ടുള്ള വിജയം നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആശ്വാസ വിജയം നൽകിയിരുന്നത് കേരളമായിരുന്നു. 20ൽ 19 സീറ്റുകളിലും കോൺഗ്രസിന് ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനായി. അതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും ദേശീയ നേതൃത്വത്തിന് പ്രധാനപ്പെട്ടത് തന്നെയാണ്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയും അതൊരു തിരിച്ചടി കേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്താൽ വീണ്ടും ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം കുറയാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്ന ഭയം ദേശീയ നേതൃത്വത്തിനുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ തുടരുകയാണ്. പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാണ്. കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.